എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും തന്നെ ഡിസ്ക്രിപ്റ്റീവ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യാനുള്ള കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് മാർക്കിൻ്റെ സ്കോർ വെച്ചിട്ടാണ്. ആ ഒരു ഒബ്ജക്റ്റീവ് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത കുട്ടികളിൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വാല്യുവേറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. ഒബ്ജക്റ്റീവിന് മാത്രമായിട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്നതാണ്. ഈ എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കില്ലാതെ ഒരിക്കലും ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു അനാലിസിസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡാറ്റ കാണിച്ചുകൊണ്ടാണ്. കാര്യം കഴിഞ്ഞ തവണത്തെ റിസൾട്ടിലത്തെ കുറച്ച് സ്കോറുകൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവിന് നല്ല രീതിയിലൊരു സ്കോർ വേണം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെയും കവറേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻസിലും കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴിയോ ടെലിഗ്രാം യൂസർ ID വഴിയോ ഒരു ടെലിഗ്രാം മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 2022 പബ്ലിഷ് ചെയ്ത ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ മാർക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് കിടക്കുന്നത് നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. കഴിഞ്ഞ തവണത്തെ ഇൻ്റർവ്യൂ സെലക്ഷനുള്ള ഒബ്ജക്റ്റീവ് മാർക്കിൻ്റെ കട്ട് ഓഫ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, 53 മാർക്കായിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യം കൂടി നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. അതായത് മാർച്ച് 1st വീക്ക് വരെയുള്ള ഡാറ്റ വെച്ചിട്ട് ഇതുവരെ നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത് 84 അപ്പോയിൻമെൻറ്റ്സ് ആണ്. അതിൽ 75 പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു ഓവർവ്യൂ നോക്കാം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രകാരം മാക്സിമം മാർക്ക് സ്കോർ, അതായത് റാങ്ക് 1ൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 113.25 ആയിരുന്നു. 113.25 ഒബ്ജക്റ്റീവിൻ്റെ മാർക്ക് ഇൻക്ലൂഡഡ് ആണ്, ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്ക് ഇൻക്ലൂഡഡ് ആണ്, 10 മാർക്ക് അതായത് മാക്സിമം 10 മാർക്ക് വരെ വരുന്ന ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും ഇൻക്ലൂഡഡ് ആണ്. 84 അപ്പോയിൻമെൻറ്റ്സ് ആണ് മാർച്ച് വരെ വന്നിട്ടുള്ളതെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ജൂലൈ വരെയാണ്. അപ്പം കുറച്ചും കൂടെ അപ്പോയിൻമെൻറ്റ്സ് ഇനിയും കൂടാം. അപ്പോൾ നമ്മുടെ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 50 പേരുടെ മാർക്ക് വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാര്യം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 50-നകത്ത് കയറാൻ എന്തായാലും നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ റാങ്ക് 1ൻ്റെ ടോട്ടൽ സ്കോർ എത്രയാണ് നമ്മൾ നോക്കി, 113.25 ആണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ആദ്യത്തെ 50 പേരായതുകൊണ്ട് തന്നെ റാങ്ക് 50യുടെ മാർക്ക് നോക്കി 100.25 ആയിരുന്നു റാങ്ക് 50 സ്കോർ ചെയ്ത ടോട്ടൽ മാർക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവിനും ഡിസ്ക്രിപ്റ്റീവിനും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ ഒരു ആസ്പിറന്റിന് കിട്ടിയ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 69 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 53 ആയിരുന്നു കട്ട് ഓഫ്. പക്ഷേ ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് പേപ്പർ 69 ആണ്. നോർമലി 53 കട്ട് ഓഫ് ആണെങ്കിൽ ഒരു 58-59 മുകളിലൊക്കെ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു എബോ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 58 റേഞ്ചാണ്. പക്ഷേ ചില എക്സെപ്ഷണൽ പെർഫോമൻസുകൾ കാണും. അങ്ങനെയുള്ള ഒരു സ്കോറാണ് ഈ പറയുന്ന 69 എന്ന് പറയുന്ന മാർക്ക്. ഇനിയിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് കിട്ടിയ ഹയസ്റ്റ് മാർക്ക് എത്രയാണെന്ന് നോക്കാം. 43.5 ആണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് കിട്ടിയ ഹയസ്റ്റ് മാർക്ക്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് കിട്ടിയ ഹയസ്റ്റ് മാർക്ക് എത്രയാണെന്ന് നോക്കാം. ഇൻ്റർവ്യൂവിന് കിട്ടിയ ഹയസ്റ്റ് മാർക്ക് 7.5 ഔട്ട് ഓഫ് 10 ആണ്. ഇനിയിപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൻ്റെ അത്യാവശ്യം നല്ലൊരു മാർക്ക്, ഈ ആവറേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ഒരു എബോ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 36 to 38 ആണ്. 36-38 നമുക്ക് കിട്ടണം. 35 ഓക്കെയാണ്, പക്ഷേ എങ്കിലും 36 to 38 ആണ് ഗുഡ് സ്കോർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ടോപ്പ് 50 ആസ്പിറൻസിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. ടോപ്പ് 100 ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കുറയാം. ഇപ്പം നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം റാങ്ക് 1ൻ്റെ സ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാങ്ക് 1ന് ഒബ്ജക്റ്റീവ് പേപ്പറിൽ കിട്ടിയത് 67.75 മാർക്കാണ്. ഡിസ്ക്രിപ്റ്റീവിന് കിട്ടിയത് 38.5 ആണ്. ഇൻ്റർവ്യൂവിന് കിട്ടിയത് 7 മാർക്കാണ്. ഈ കഴിഞ്ഞ സ്ലൈഡ് നോക്കിയാൽ അറിയാം, ഈ ഒബ്ജക്റ്റീവിലും ഡിസ്ക്രിപ്റ്റീവിലും ഇൻ്റർവ്യൂവിലും ഹയസ്റ്റ് മാർക്ക് റാങ്ക് 1ന് കിട്ടിയിട്ടില്ല. 3ലും തുല്യമായിട്ട് നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് ടോട്ടൽ മാർക്ക് വരുമ്പോഴേക്കും റാങ്ക് 1 ഹയസ്റ്റ് മാർക്ക് കിട്ടിയതാണ്. ഒബ്ജക്റ്റീവിന് 67.75 എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ്. 60 മാർക്ക് കൂടുതൽ ഒബ്ജക്റ്റീവ് കിട്ടുക എന്ന് പറയുന്നത് കിട്ടാം, പക്ഷേ ബുദ്ധിമുട്ടാണ്. ഡിസ്ക്രിപ്റ്റീവിന് 38.5 എന്ന് പറയുന്നത് എബോ ആവറേജ് പെർഫോമൻസ് ആണ്. ഇനി നമുക്ക് റാങ്ക് 2ൻ്റെ മാർക്ക് നോക്കാം.
റാങ്ക് 2-ന് ഒബ്ജക്റ്റീവിന് 62.5ഉം ഡിസ്ക്രിപ്റ്റീവിന് 43 മാർക്കും ഇൻ്റർവ്യൂവിന് 7.5 മാർക്കുമാണ് കിട്ടിയത്. ഇനിയിപ്പോൾ റാങ്ക് 15 നോക്കി. ഇനിയിപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർക്കുകൾ നോക്കാം. റാങ്ക് 15ൻ്റെ മാർക്ക് നോക്കി. റാങ്ക് 15 55 മാർക്കാണ് കിട്ടിയത്. 53 കട്ട് ഓഫ് ഉള്ള ഒരു പരീക്ഷയിൽ 55 എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികളുടെ ആ ഒരു പാരാമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മോശം സ്കോറാണ്. പക്ഷെ 55 മാർക്ക് കിട്ടിയിട്ട് പോലും ഡിസ്ക്രിപ്റ്റീവിലെ എക്സെപ്ഷണൽ പെർഫോമൻസ് കാരണം റാങ്ക് 15 കിട്ടുകയുണ്ടായി. ഒബ്ജക്റ്റീവിൽ നിങ്ങൾക്ക് എന്തുമാത്രം സ്കോർ ചെയ്യാൻ പറ്റുമെന്നത് കുറച്ചും കൂടി അൺസർട്ടനിറ്റി ഒരുപാടുണ്ട്. കാര്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ അതേ സമയത്ത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവും കൂടെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഇതിന് സ്കോർ ഇച്ചിരി കുറഞ്ഞാലും ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്ക് വെച്ച് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ റാങ്ക് 15ൻ്റെ മാർക്ക് അതിനൊരു എക്സാമ്പിളാണ്. റാങ്ക് 15ആണ് ഡിസ്ക്രിപ്റ്റീവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഒബ്ജക്റ്റീവിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആളുടെ റാങ്ക് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, 69 മാർക്കാണ്. അത്രയും എക്സെപ്ഷണൽ പെർഫോമൻസ് ഒബ്ജക്റ്റീവിനെ കാഴ്ചവെച്ചിട്ട് പോലും ആ ഒരു ആസ്പിറൻറ്റിന് ആദ്യത്തെ 100-നകത്ത് റാങ്ക് കിട്ടാൻ സാധിച്ചില്ല. അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം, ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കാണ്. ഡിസ്ക്രിപ്റ്റീവിന് 21 മാർക്കാണ് ആ ഒരു ആസ്പിറൻറ്റിന് കിട്ടുകയുണ്ടായത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വളരെ നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഈ ഒരു സ്കോർ. മറ്റൊരു സ്കോർ കൂടെ നോക്കാം. റാങ്ക് 40ക്ക് ഒബ്ജക്റ്റീവിന് കിട്ടിയത് 53.75 ആണ്. 53 ഒബ്ജക്റ്റീവ് കട്ട് ഓഫ് ഉള്ള ഒരു പരീക്ഷയിൽ 53.75 എന്ന് പറയുന്നത് ജസ്റ്റ് ഒബ്ജക്റ്റീവ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും ഡിസ്ക്രിപ്റ്റീവിന് ഒരു എബോ ആവറേജ് സ്കോർ വെച്ചിട്ട് ആ ഒരു ആസ്പിറൻറ്റിന് ടോപ്പ് 50 റാങ്ക് ലിസ്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിച്ചു. ഇനിയിപ്പോൾ റാങ്ക് 50യുടെ മാർക്കും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒബ്ജക്റ്റീവിനും ഡിസ്ക്രിപ്റ്റീവിനും ഒരു എബോ ആവറേജ് പെർഫോമൻസ് കാഴ്ചകൊണ്ട് ആദ്യത്തെ 50-നകത്ത് ആ ഒരു ആസ്പിറൻറ്റിന് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഒബ്ജക്റ്റീവിന് 69ഉം ഡിസ്ക്രിപ്റ്റീവ് 43.5 ആ ഒരു ലെവലിലുള്ള മാർക്കൊന്നും അല്ല. ആദ്യത്തെ 50-നകത്ത് എന്തായാലും നിങ്ങൾ കയറാൻ സാധിക്കണം. ആ ഒരു രീതിയിൽ രണ്ടിന് ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. കാര്യം ഡിസ്ക്രിപ്റ്റീവ് ലാസ്റ്റ് 1 മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 3 ആഴ്ച കൊണ്ട് പ്രിപ്പയർ ചെയ്താൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയല്ല. ആദ്യം മുതലേ ഫോക്കസ് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ 50 പേരുടെ മാർക്ക് വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്തത്. കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള 2022 പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒബ്ജക്റ്റീവിനും ഡിസ്ക്രിപ്റ്റീവിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.